ഞങ്ങൾ വരുന്ന പ്രശ്നമില്ല. 10 വർഷത്തെ CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി ഭരണം അവസാനിച്ചു. അതോടുകൂടി ഇതാ വരുന്നു SFIക്കാർ തെരുവിലേക്ക്. എവിടെ നോക്കിയാലും SFI സമരം. കാലടി സർവകലാശാലയിൽ സമരം, കേരള സർവകലാശാലയിൽ മോഹൻ കുന്നുമ്മലിനെതിരായി സമരം, അങ്ങനെ സമരത്തോട് സമരം. ഈ പ്രാകൃതമായിട്ടുള്ള സമര രീതി അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. കാരണം ഈ സർക്കാർ കോളേജുകളിൽ മാത്രമാണ് SFIക്കാർ ഇത്തരത്തിൽ സമരം ചെയ്തത്. ആ സമരത്തിൽ പങ്കെടുക്കുന്നവരാകട്ടെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവർക്കെതിരായിട്ടുള്ള കേസുകൾ പിന്നീട് ഭാവിയിൽ വലിയ തോതിൽ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന എത്രയോ സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ സ്വകാര്യ മാനേജ്മെന്റ് കോളേജുകളിൽ SFIക്കാർ സമരം ചെയ്യാറില്ല. അവിടെ എന്താ, പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലേ, അവിടെ ഇതേ ആവശ്യം തന്നെ അവർക്കില്ലേ. പക്ഷേ അവിടെ എങ്ങും തന്നെ SFIക്കാർ സമരം ചെയ്യില്ല. SFIക്കാർ സമരം ചെയ്തത് എപ്പോഴും സർക്കാർ കോളേജുകളിലാണ്. അതുകൊണ്ട് തന്നെ ആ സമരത്തിന്റെ ഇരകളാക്കപ്പെടുന്നത് വെറും സാധാരണക്കാരന്റെ മക്കളാണ്. ഈ കേസ് ഒരുപക്ഷെ വിളിക്കുന്നത്, കോടതിയിലെത്തുന്നത് 4-5 വർഷം കഴിയുമ്പോഴായിരിക്കാം. ഉദാഹരണമായി പോലീസിനെ സംഘം ചേർന്ന് ആക്രമിച്ചു എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു കേസ്. ഈ കേസ് പിന്നീട് 4-5 വർഷം കഴിയുമ്പോഴായിരിക്കും കോടതി പരിഗണിക്കുന്നത്. അപ്പോഴേക്കും ഈ കേസിൽപ്പെട്ടിട്ടുള്ള, ഒരേ കേസിൽപ്പെട്ടിട്ടുള്ള ഈ വിദ്യാർത്ഥികൾ പല വഴിക്കായിരിക്കും. അവർക്ക് എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമല്ലോ, പക്ഷെ അവർ കേസിൽ പ്രതികളാണ്. അങ്ങനെ ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നേക്കുമായി ഇവരുടെ ജീവിതം ഈ കേസിൽ പെട്ടുപോകുന്നവരുണ്ട്. അവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയില്ല. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് ക്ലിയറൻസ് ലഭിക്കില്ല. കാരണം ഇത് ക്രിമിനൽ കേസിലെ പ്രതികളാണ്. പോലീസിനെ ആക്രമിക്കുന്നു, പോലീസിനെതിരായിട്ടുള്ള ആക്രമണം തുടങ്ങിയ നിരവധി വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തുന്നത്. അതുകൊണ്ട് ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾ നേതാക്കന്മാരുടെ ആവേശ പ്രസംഗത്തിലൊക്കെ അതിൽ ആകർഷരായി, അതിൽ അല്ലെങ്കിൽ നിർബന്ധപൂർവം സമരത്തിലേക്ക് എടുത്തു ചാടുന്നവരാണ്. അങ്ങനെ ചാടിയ നിരവധി പേർ അബദ്ധത്തിൽപ്പെട്ട് ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. എത്രയോ പേരാണ് അത്തരത്തിൽ ഈ സമരങ്ങളിൽപ്പെട്ട് ഭാവിയിൽ ജീവിതം തുലച്ചിട്ടുള്ളത്. അതേസമയം പണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്വകാര്യ കോളേജുകളിൽ ഒരു കാരണവശാലും SFIക്കാർ സമരം നടത്താറില്ല. അവിടെ ഇത്തരത്തിലുള്ള സമര ആഭാസങ്ങൾ ഉണ്ടാവാറില്ല. പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന കോളേജുകളിൽ SFIക്കാർ സമരം ചെയ്ത് അവരുടെ അധ്യയന ദിവസങ്ങളും അവരുടെ ഭാവിയും മുടിക്കുമ്പോൾ, ഇവിടെ പണക്കാരന്റെ മക്കൾ സ്വകാര്യ കോളേജുകളിൽ പഠിച്ച് മിടുക്കരായി അവർ MBBSഉം അതേപോലെ തന്നെ വലിയ വലിയ പ്രൊഫഷണൽ ഡിഗ്രിയൊക്കെ എടുത്തു പോകുന്നു. ഇവിടെ ഈ BAക്കും MAക്കും ഒക്കെ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികളെയാണ് ഈ തെരുവിലിറക്കി കേസുകളിൽ കൊടുക്കുന്നത്. ഇതിൽ 2-3 പേരെ കൃത്യമായി തന്നെ CPM ഇറക്കുന്നുണ്ടായിരിക്കും. അവരാണ് പിന്നീട് ഭാവിയിൽ DYFIയിലും പിന്നീട് CPMലേക്കൊക്കെ വളർന്നു വരുന്നത്. ആ 2-3 വിദ്യാർത്ഥികളെ അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് CPM ലക്ഷ്യം. പക്ഷേ അവർക്ക് വേണ്ടി ബലിയാടാകുന്നത് സാധാരണക്കാരാണ്. ഇന്നിപ്പോൾ NTA, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ ഒരു സമരം കൊല്ലത്ത് നടന്നു. സാധാരണ SFIയുടെ സമരം എന്ന് പറയുന്നത് സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരമാണ്. പല കുട്ടികളും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് വന്ന് ചാടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച്. അതുകൊണ്ട് ഈ മനസ്സിലാകാത്ത സാധാരണക്കാരായിട്ടുള്ള ഒരു 3 പെൺകുട്ടികൾ ഇന്ന് കൊല്ലത്ത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ സമരം ചെയ്തു. ആ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നമുക്കറിയാമല്ലോ, UGC നെറ്റ് പരീക്ഷയിലെ ക്രമക്കേടാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയിട്ടുള്ളത്. അതിനെതിരായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി 3 വിദ്യാർത്ഥിനികൾ SFIയുടെ പേരിൽ അവിടെ സമരം ചെയ്തു. ആ വിദ്യാർത്ഥിനികളെ പോലീസ് പിടിച്ചു മാറ്റാൻ നടത്തിയ ശ്രമങ്ങൾ വളരെ വലിയ ശ്രമകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ വന്നിട്ടുള്ള വനിതാ പോലീസുകാർക്ക് ഈ സമരക്കാരെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ അറിയില്ല എന്ന് തോന്നുന്നു. അവർക്ക് ഒരു മുൻപരിചയമില്ലാത്തതുപോലെ. അതുകൊണ്ട് ഒരു പുരുഷ പോലീസുകാരൻ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇവരെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ടത്. അവരിങ്ങനെ കൈ പിണച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ഓരോരുത്തരെയും എങ്ങനെയാണ് കൈ വിടിയിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പുരുഷ പോലീസുകാരൻ പറയുന്നു. അതനുസരിച്ചാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഈ 3 പെൺകുട്ടികളെ മാറ്റുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു SFIയുടെ സമരത്തിൽ 3 പെൺകുട്ടികളാണുള്ളത്. സാധാരണ ഒരു SFIയുടെ സമരം എന്ന് പറയുന്നത് 100 കണക്കിന് പേർ അണിനിരക്കേണ്ടതാണ്. ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് ബോധം വന്നതാണോ അതോ SFIക്കാർക്ക് ബോധം വന്നതാണോ എന്നറിയില്ല. ഈ 3 പെൺകുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെ പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവർ ആദ്യത്തെ ആവേശമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് 3 പേരും മിണ്ടാതിരിക്കുന്നുണ്ട്. അവരെ പിടിച്ച് പോലീസ് കൊണ്ടുപോകുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം.
റോഡിൽ എഴുന്നേക്ക്. ആ റോഡിൽ എഴുന്നേറ്റ് ബലം പിടിക്കാം. എഴുന്നേക്ക്. ഞാൻ എടുത്തു തുടങ്ങിയില്ല. എവിടെ നിൽക്കും ഞാൻ? പഠിച്ച വിദ്യാർത്ഥികളുണ്ടാകുന്ന എന്ത് രീതിയാണ് സമരത്തെ പോലും വിദ്യാർത്ഥികളുടെ സമീപനം നിങ്ങളീ പറയുന്നത് ആൾക്കാരോട് കാണിക്കുന്നത്. ഒരാളെ സേഫായിട്ടും കൊടുത്തു. സേഫായിട്ട് ഒരാളെ ഫോൺ വീടല്ലേ. ഒന്നിരിക്കണേ പോ. കൈയടിച്ചോ ഞങ്ങൾ എടുത്തോളാം. കൈയടിച്ചോ ആ കൈയടിച്ചോ. ഒരാളെ എടുത്താൽ ഒരാളെ അവിടെ നിന്നോട്ട്. ഒരാളെ സേഫായിട്ടും എടുത്താൽ ഒരാളെ കയറ്. ഒരാള് സാർ കുഴപ്പമില്ലെന്ന്. അല്ലല്ല അത് എടുത്തല്ലേ പറ്റുള്ളൂ. എഴുന്നേറ്റ് റോഡിൽ നിന്ന് എഴുന്നേക്ക്. റോഡിൽ നിന്ന് എഴുന്നേക്ക്. ആ റോഡിൽ എഴുന്നേറ്റ് ബലം പിടിക്കാം. എഴുന്നേറ്റോ. അവരെ വാ പിടിച്ചത് കൊണ്ടോ. ബാഗിൽ കയറണ i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.